വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. 2025 ജനുവരി 1 ഇന്ന് ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നത്. എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂ ഇയർ ഈവാണ്. ഒരു 6 മണി മുതൽ ഒരു രാത്രി 1 മണി വരെയുള്ള എൻ്റെ ന്യൂ ഇയർ ആഘോഷങ്ങളോട് കൂടിയതാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ പുതുവത്സരം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ. വോയിസ് ഇന്ന് 1-ാം തീയതിയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ 31-ാം തീയതി വൈകുന്നേരത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ. 2025 എല്ലാവർക്കും പുതുവത്സരം എല്ലാ സമൃദ്ധിയും സന്തോഷവും എല്ലാം നിറഞ്ഞതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും എല്ലാവരുടെയും നിറവേറട്ടെ. പിന്നെ പുതിയ അവസരങ്ങളെല്ലാം എല്ലാവർക്കും ലഭിക്കട്ടെ. എന്ത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും പുതിയ എന്താണോ ഓരോ വ്യക്തികളുടെയും ആഗ്രഹം, അതിനനുസരിച്ച് ജീവിതം സുഖസമൃദ്ധം തന്നെ ആവട്ടെ. പിന്നെ സ്നേഹവും സമാധാനവും എല്ലാറ്റിനും പ്രാധാന്യം നൽകിയൊരു പുതുവർഷം തന്നെയാണ് പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പുതുവർഷം തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ. പിന്നെ കൂടാതെ എന്താ പറയുക, നമ്മൾ കുറേ അഫർമേഷൻസൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. പക്ഷേ അഫർമേഷൻസൊക്കെ എടുക്കൽ മാത്രമല്ല, അതെല്ലാം മുന്നോട്ട് പോകും കൂടിയും ചെയ്യട്ടെ എല്ലാവർക്കും. അതായത് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ട് എല്ലാ വെല്ലുവിളികളെയും എല്ലാം തരണം ചെയ്തിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാനും എല്ലാം സാധിക്കട്ടെ ഈ വർഷം. എല്ലാ പ്രതീക്ഷകളും എല്ലാം കൊണ്ടും പുതിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് സമൃദ്ധമാവണം എല്ലാവരുടെയും തുടർന്നുള്ള ദിവസങ്ങളെല്ലാം തന്നെ. അത് പിന്നെ കൂടാതെ ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും പ്രത്യേകം ജീവിതത്തിന് ലഭിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് എൻ്റെ ന്യൂ ഇയർ ഈവ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വൈകുന്നേരം തന്നെ ഇറങ്ങിയിട്ട് ഒരു ഷോപ്പിങ്ങിനാണ് ആദ്യം തന്നെ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും ഞാനൊരു കേക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ കേക്ക് വാങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശം. ഞാനൊരു മോളിലാണ് കേക്ക് വാങ്ങാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഓഫർ കണ്ടപ്പോൾ RMB അതിൽ നിന്ന് എൻ്റെ മോൾക്കൊരു ടീഷർട്ടുകൾ വാങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ കേക്ക് കേട്ടോ. എനിക്കിഷ്ടമായി. ഞാൻ ഉദ്ദേശിച്ചത് അതേ ടൈപ്പ് കേക്ക് തന്നെ എനിക്ക് കിട്ടി. ഇതെല്ലാം വൈറ്റ് ചോക്ലേറ്റാണ്. കളറുള്ളത് ഞാൻ വാങ്ങിയില്ല, അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള മോളിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കേക്ക് വാങ്ങി, ഷർട്ട് വാങ്ങി വീട്ടിൽ വന്ന്. അപ്പോൾ വീട്ടിൽ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ ഞാൻ ഈ വീഡിയോ ഒരു പ്ലാൻ ചെയ്ത വീഡിയോ അല്ല, അത് വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ പറയുന്നതല്ല. രാവിലെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ കേക്ക് മുറിച്ചിട്ട് അതിനൊരു കഷ്ണം ചെറിയൊരു കഷ്ണം എല്ലാവരും ടേസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം അത് കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു. എല്ലാ വർഷവും അതിന് കൊടുക്കുക. അപ്പോൾ അത് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേക്ക് വാങ്ങിയതാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഉടൻ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളൊരു ബഫറ്റിനാണ് പോയത്. ബഫറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു കേട്ടോ. അതായത് പ്ലാനറ്റ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് കുറച്ച് കുറവായിരുന്നു. ഒരാൾ മാത്രം കഴിച്ച ഫുഡൊന്നല്ല ഈ കാണിച്ചത് കേട്ടോ. എല്ലാവരും കൂടി കഴിച്ചതാണ് കാണിക്കുന്നത്. അതിൽ ചിക്കൻ വറുത്തരച്ചത്, ബീഫ് റോസ്റ്റ്, കറി, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, പിന്നെന്തോ കപ്പ, മീൻ, പൊറാട്ട, ബട്ടൂര, റൈസ്, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഗുലാബ് ജാമുനും എന്താ പറയുക ഐസ്ക്രീമും ആയിരുന്നു. എല്ലാം നന്നായിരുന്നു. നല്ല ബഫറ്റിനായിരുന്നു. നമുക്ക് കുറച്ച് വിശപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻഡ് ആയിട്ടല്ലായിരുന്നു ഈ വീഡിയോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ അൽമോജ് മസ്കറ്റ്, ദ വേവ് മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് കടലിൽ തൂർത്തിട്ടുള്ളൊരു കമേഴ്ഷ്യൽ ആൻഡ് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ്. അവിടേക്കാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഭക്ഷണം കഴിച്ച് 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി. അതിനുശേഷം നമ്മൾ മുകളിൽ പോയിട്ട് കേക്ക് വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നീട് അൽമോജയ്ക്ക് പോകുന്ന കാഴ്ചയാവുന്ന കാണുന്നത് കേട്ടോ. അപ്പോഴേക്ക് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ റോഡിൽ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അൽമോജയ്ക്ക് എത്തി. നമുക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആ റോഡിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടും, പിന്നെ നമ്മൾ മുകളിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈവനിങ്ങിൽ നേരത്തൊക്കെ പോവായിരുന്നു.
പിന്നെ അൽമോജി എന്താണെന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. മസ്കറ്റിലുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും പോകുന്ന സ്ഥലം തന്നെയായിരിക്കും. അത് ഒരു അൽമോജിനെ കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടുത്തെ ഒരു അമേസിങ് തന്നെയാണ്, ഒരു അമേസിങ് ആയ ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അത് ഒരു ടൗൺഷിപ്പാണെന്ന് പറയാം. കമേഴ്ഷ്യൽ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നമുക്കൊക്കെ നമ്മളിപ്പോൾ അവിടെ താമസിക്കുന്നവരല്ലല്ലോ, നമുക്ക് ആ എൻട്രി കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതല്ലാതെ ഹൈലി സെക്യൂർഡായ വില്ലാസും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നല്ല ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്ക് എൻട്രി ഉള്ളിടത്തെന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യലുമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ്. ഇത് സത്യത്തിൽ കടൽ തൂർത്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഉണ്ടാക്കിയൊരു പ്രീമിയം കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. ഇത് വളരെ പ്രശസ്തമാണ്, അമേസിങ് ആണ്. അതാണ് അതിലത്തെ ഏറ്റവും ഒരു പ്രത്യേക തരം ഒരു വൈബാണെന്ന് തന്നെ പറയാം. പിന്നെ ഈ എയർപോർട്ടിൻ്റെയൊക്കെ കുറച്ച് വളരെയധികം അടുത്തായിട്ടാണിത്. ഇത് ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അൽമോജ് മസ്കറ്റിൽ ഫയർ വർക്ക്സ് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇയറിൽ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ 2022 ഫയർ വർക്ക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുണ്ടായിരുന്നു മസ്കറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു കൗണ്ട് ഡൗണും പിന്നെ ബാക്കി കഴിഞ്ഞ വർഷം കൗണ്ട് ഡൗണൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്നത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാവില്ല എന്നുള്ളത് അറിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്കത് സന്തോഷമായി. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമ്മൾ ബോർഡ് കണ്ടില്ലേ അൽമോജ് മസ്കറ്റ്. അപ്പോൾ നമ്മളൊരു എൻജോയ്മെൻറ്റ് കിട്ടുക, നമ്മൾ ആ ദിവസം വന്ന് എങ്ങനെ സ്പെൻഡ് ചെയ്തു, നമ്മൾ അതും കൂടിയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്. പിന്നെ ലേറ്റായിട്ട് മസ്കറ്റ് ഫെസ്റ്റിവൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡ് ആ സമയത്തൊക്കെ നമുക്കത് നടക്കുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ കുറേ സമയം ഇങ്ങനെ നടക്കും. ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറൊരു അറ്റ്മോസ്ഫിയറാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ പകർത്തിയ കുറച്ച് കാഴ്ചകളാണ്. പിന്നെ ഡീറ്റെയിൽഡായിട്ട് എല്ലാം ഒന്നൊന്ന് പകർത്താതിരുന്നതിൻ്റെ ആ ന്യൂ ഇയർ ഈവായിട്ട് ഫുള്ള് പകർത്താതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂ ഇയർ കാണും. പിന്നെ ഫോൺ ബൂത്ത് കണ്ടില്ലേ, ഫോൺ ബൂത്തിനുള്ളിൽ ഫോണില്ല കേട്ടോ. ലണ്ടനിലെ ഒരു കാര്യം കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുതുമ. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു പ്രതീക്ഷയില്ല കേട്ടോ, നോക്കിയേക്കാം. പടക്കൊക്കെ വെക്കായിരുന്നു. പിന്നെ